ഹായ് ഓൾ. അപ്പോൾ കണ്ണപ്പ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, നിനക്ക് എന്താ പ്രാന്താണ്, നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നതെന്നൊക്കെ. പക്ഷേ അവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരു പടത്തിന്റെ ടീസറോ ട്രെയിലറോ ഒക്കെ കണ്ടിട്ട് പടം എങ്ങനെ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യരുത്. പടം കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ പടത്തിന് പോയി 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറി. പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ കുത്തി ഇരുന്ന് ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു. അതായത് അവർ സീരിയസ് ആയിട്ട് എടുത്തൊക്കെ നല്ല കോമഡി ആയിട്ടുണ്ട്. പിന്നെ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചിന് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഈ പടമായിരിക്കും. കാരണം ഇനിയുള്ള പടങ്ങളൊക്കെ ക്രിഞ്ച് ഒരു ലെവൽ നോക്കുന്ന ഈ പടം വെച്ചിട്ടായിരിക്കും. ഇന്ത്യൻ ടു തഗ് ലൈഫ് ഒക്കെ ഒരു മോശം പടമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ അതൊക്കെ വളരെ നല്ല പടങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പടം കാണാനുള്ള ഏറ്റവും വലിയ മെയിൻ ഫാക്ടർ മോഹൻലാലിന് 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളി ഇതിൻ്റെ OTT ഇറങ്ങുന്ന സമയത്ത് എയറിലാവാൻ സാധ്യത കുറവായിരിക്കും. കാരണം വേറെ ഒരുപാട് സീൻസും കാര്യങ്ങളും ഉണ്ട് എയറിലാവേണ്ട. പിന്നെ മോഹൻലാലിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കുറവായത് നന്നായെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, എത്ര കാശ് കിട്ടിയാലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ക്യാമിയോ റോൾസ് ഒന്നും പുറത്തു പോയി ചെയ്യാതിരിക്കാം. പിന്നെ മൊത്തത്തിൽ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശോകം പടം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും പിന്നെ ഈ പറഞ്ഞോട്ട് ഡയറക്ഷന്, സിനിമാറ്റോഗ്രാഫി, പിന്നെ CGI എന്നൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും CGI ആണ്. അങ്ങനെ മൊത്തത്തിലൊരു അപരാധം പിടിച്ച പടം. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഈ പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.